പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പഴയതിന്റെ പോളിസി, അതിന്റെ നയങ്ങൾ മാറ്റി ഒരു പുതിയ നയത്തിലേക്ക് പോകുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടാവുക. അതാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ മുൻ സർക്കാരിന്റെ നയങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നയങ്ങളുമായിട്ട് വരികയാണല്ലോ. അപ്പോൾ മുൻ നയങ്ങൾ എടുത്തതിൽ പ്രധാനിയായി നിന്ന ഉദ്യോഗസ്ഥരെ അത് തുടർച്ചയായി തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ഭാഗമാക്കുമ്പോൾ അത് ഒരു സംശയത്തിന്റെ ഇടയുണ്ടാക്കുന്നത്. അതിന്റെ ഒരു നൈതികത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊരു രാഷ്ട്രീയ ശരികേടുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിലൊരു തർക്കവുമില്ല. അതിൽ രാഹുൽ ഗാന്ധി മെയ് 12 ട്വീറ്റ് ചെയ്തതിലാണ് പറയുന്നത്, ദ ബിഗ്ഗർ ദ തെഫ്റ്റ് ദ ബിഗ്ഗർ ദ റിവാർഡ്. അപ്പോൾ ഏറ്റവും വലിയ കൊള്ളയ്ക്ക് ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്നു എന്ന ഒരു ആരോപണം ഉന്നയിച്ചത്. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണമായിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണമായിരുന്നു. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ SIR-മായി ബന്ധപ്പെട്ട് അവിടെ വോട്ട് ചോരി തന്നെയാണ് നടന്നിട്ടുള്ളത്. അവിടെ വോട്ട് ചോരിയിൽ 90 ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവുകയാണ്. ഇവിടെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. SIR-മായി ബന്ധപ്പെട്ട് കേന്ദ്രം എടുത്ത, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത, ദേശീയ തലത്തിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങൾക്കും SIR-ന്റെ നടപടികളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു പോകേണ്ടി വന്ന കേരളത്തിനും അതിൻ്റെതായ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ 53,229 പേരാണ് നീക്കം ചെയ്യപ്പെട്ടതെന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കണക്ക്. അപ്പോൾ ആ കണക്കുകൾ ഇനിയും SIR-ൽ പേര് ചേർക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ കേൽക്കർ അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നൊരു ആരോപണം ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന CPM-നുമില്ല. കേൽക്കർ യഥാർത്ഥത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പദവിയിലേക്ക് വരുന്നത് ഇവിടെ പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ പിണറായി സർക്കാർ നൽകിയിരിക്കുന്ന 3 പേരുകളിലൊന്ന് ആണ് കേന്ദ്രം പിക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പേരിലേക്ക്, കേൽക്കർ എന്ന പേരിലേക്ക് സ്വാഭാവികമായും വരുന്നത്. അങ്ങനെയാണ് ഓഫീസ് നിയമിക്കപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ഈ ആരോപണങ്ങൾ, ഇപ്പോൾ കേൽക്കറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണം എന്തായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം അത് 2-3 ദിവസത്തിനുള്ളിൽ വരുന്ന പോളിംഗ് ശതമാനം പൂർണ്ണമായി വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഈ പോസ്റ്റൽ വോട്ടുകളുടെ കാര്യത്തിലുണ്ടായിരുന്ന പ്രശ്നമാണ്. പോസ്റ്റൽ വോട്ടുകൾ 20,000 പോസ്റ്റൽ വോട്ടുകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊരു ആരോപണം ഇവിടെ കോൺഗ്രസും CPM-ഉം ഉന്നയിച്ചൊരു വിഷയമാണ്. അത് നടന്നിട്ടില്ല, കോടതിയിൽ തന്നെ എത്തിയ വിഷയമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. പിന്നെ BJP-യുടെ സീലുമായി ബന്ധപ്പെട്ടും കേൽക്കർക്കെതിരെ ആരോപണം വരുന്നപ്പോൾ അദ്ദേഹം അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നാണ് വിശദീകരണം നൽകിയത്. അതിനുശേഷം അവിടെ ഓഫീസിലുള്ള ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അപ്പോൾ വിശദീകരിക്കപ്പെട്ട കാര്യമാണ്. ഈ സമയത്തൊന്നും CPM-ന് ഉണ്ടായിരുന്നില്ല ഈ SIR-മായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു വോട്ട് ചോരി നടത്തുന്ന ആളാണ് കേൽക്കർ എന്ന ആരോപണം ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പോസ്റ്റിലേക്ക് വരുമ്പോഴാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള, പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള ഒരു വടി നൽകി എന്നിടത്താണ് ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്.